കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്നൊരിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത് മൊത്തത്തിൽ മഴയായതുകൊണ്ട് പണി കുറവായിരുന്നു. പിന്നെ നമുക്ക് കോറിയെല്ലാം അടച്ചിട്ട് ഏകദേശം ഒരു മാസത്തോളം ആയിരുന്നു. ഇപ്പം മിനിഞ്ഞാന്ന് നമ്മുടെ കോറിയും തുറന്നു. അപ്പം ഇന്നിപ്പോൾ ഒരു കല്ലിന് ഓർഡർ ഉണ്ട്. അപ്പോൾ നമ്മൾ കോറിയിലേക്കാണ് ഇന്നിപ്പോൾ പോകുന്നത്. ഇത് വയനാട് മാനന്തവാടിയിലുള്ളൊരു കോറിയാണ്, എടപ്പടി കോറി എന്ന് പറയും. ഇതിപ്പോൾ ഈ വണ്ടികളൊക്കെ രാവിലെ വന്നിട്ട് ടോക്കൺ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വണ്ടികളാണ്. രാവിലെ 6 മണി 5 മണിക്ക് 5:30 ആകുമ്പോഴേക്കും വണ്ടികളൊക്കെ എത്തി തുടങ്ങും. ഇതിപ്പോൾ രാത്രിയൊക്കെ നല്ല മഴയായതുകൊണ്ട് മൊത്തത്തിൽ ഓർഡറുകൾ കുറവാണ്. എന്നാലും അത്യാവശ്യം വണ്ടികൾ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ എത്ര വണ്ടികൾ വന്നു കഴിഞ്ഞാലും പാർക്ക് ചെയ്യാനുള്ള 2-3 പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഇവിടെയുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടിയും ഒരുമിച്ച് നമ്മൾ മേലെ കോറിയിലോട്ട് കയറ്റി വിടൂല. 5 വണ്ടി വെച്ചേ മേലെ കോറിയിലോട്ട് കയറ്റി വിടുള്ളൂ. നമുക്ക് ഈ കോറിൻ്റെ ഉള്ളിലോട്ട് പോകണമെങ്കിൽ അത്യാവശ്യം ഒരു കയറ്റം കയറിയിട്ട് വേണം കോറിൻ്റെ ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇതൊക്കെ മൊത്തം കോറി വേസ്റ്റ് ഇട്ട് സെറ്റാക്കി വെക്കുന്ന വഴിയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ 6:30 ഇവിടെ കോറിയിൽ എത്തിയതാണ്. പക്ഷേ തലേദിവസം രാത്രി മഴ പെയ്തതുകൊണ്ട് കോറിയിൽ ഫുള്ള് വെള്ളമായതുകൊണ്ട് നമുക്ക് 10 മണിയായി കല്ല് കിട്ടിയപ്പോൾ. അതായത് കോറിയിലെ വെള്ളമൊക്കെ മോട്ടറിൽ അടിച്ച് കളഞ്ഞിട്ടാണ് വണ്ടി ഇറങ്ങാനുള്ള അത്യാവശ്യം ഒരു പാകത്തിനാക്കിയെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെ നമുക്കൊന്ന് ലോഡ് എടുക്കാൻ പറ്റില്ല. കാരണം രാവിലെ സ്കൂൾ ടൈമിന് മുന്നേ ഒരെണ്ണം എടുത്തിട്ട് സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് ഒരെണ്ണം എടുക്കാന്നുള്ള കണ്ടീഷനിലായിരുന്നു ഇരുന്നത്. ആ മഴ പെയ്ത് കോറിയിൽ വെള്ളമായതുകൊണ്ട് രാവിലെ കല്ല് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10 മണിയോളം ആവാനായി. ആ സമയത്താണ് ഇപ്പോൾ നമ്മൾ മേലെ കോറിയിലേക്ക് പോയി കല്ല് കയറ്റാൻ വേണ്ടി പോകുന്നത്. 2 ദിവസമായിട്ട് തോർച്ചില്ലാത്ത മഴയാണ് ഇങ്ങോട്ടേക്ക് പെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ഗ്യാപ്പ് വരും, അപ്പം തന്നെ അതിനേക്കാൾ ഇരട്ടിയായിട്ട് പെയ്യും. ഇത് നമ്മുടെ കോറിൻ്റെ മേലെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് താഴ്ന്നൊരു ടോക്കൺ തരും. അത് നമ്മളിവിടെ മേലെ കൊടുത്തിട്ട് വേണം നമുക്ക് കോറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനായിട്ട്. ഇതിപ്പം മഴയായതുകൊണ്ട് ഏറ്റവും കൂടുതൽ സാധനം പോകുന്നത് കോറി വേസ്റ്റ് ആണ്. കല്ലിനേക്കാളും കൂടുതൽ കോറി വേസ്റ്റിനാണ് വണ്ടികൾ വരുന്നത്. നമുക്കിവിടെ 150 അടി ഒരു ലോഡ് കല്ലിന് റേറ്റ് വരുന്നത് 4000 രൂപയും 150 അടി കോറി വേസ്റ്റിന് റേറ്റ് വരുന്നത് 3000 രൂപയാണ് ഇവിടുത്തെ റേറ്റ്. 200 അടി വണ്ടി ആകുമ്പോൾ കല്ലിന് 5300 രൂപ സാധനത്തിന് വില വരും. അതിൻ്റെ കൂടെ തന്നെ സോളിങ് എന്ന് പറഞ്ഞ സാധനവും ഇവിടെ ഉണ്ട്. അതായത് കല്ലിൻ്റെ ചെറിയ ചെറിയ കല്ലുകൾ, അതിനും 4000 രൂപ തന്നെയാണ് ഒരു ലോഡിന് 150 അടിക്ക് റേറ്റ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ കോറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത്. ഇതിപ്പോൾ നമ്മൾ അവിടുന്ന് കയറി വന്നാൽ തന്നെ നല്ലൊരു ഇറക്കവും ഇവിടേക്കുണ്ട്. ലോഡും കൊണ്ടും നല്ലൊരു കയറ്റം നമുക്ക് കയറി വരാനുണ്ട് ഇങ്ങോട്ടേക്ക്. ഈ കോറി ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷത്തോളമായിട്ടുള്ളൂ. 3 വർഷം കൊണ്ടാണ് ഇത്രയും താന്നത് കോറി. ഇപ്പം അത്ര വലിയ കോറിയൊന്നുമല്ല, ഒരു അത്യാവശ്യം ഒരു മീഡിയം വലിപ്പത്തിലുള്ളൊരു ചെറിയ കോറി തന്നെയാണിത്. ഇപ്പം നമ്മളെ വെള്ളത്തിൽ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് ടയറിന് പണി കിട്ടുക. കാരണം അതിനകത്ത് ചീടുകൾ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ സൈലൻസർ, ബ്രീത്തർ പൈപ്പൊക്കെ മൂടിപ്പോയി കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും, പിന്നെ വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് രാവിലെ മൊത്തം വെള്ളം അടിച്ച് കളഞ്ഞിട്ട് നമ്മളെ വണ്ടി ഇങ്ങോട്ടേക്ക് കയറ്റി വിട്ടത്. അതേപോലെ ഈ കോറിയിൽ 6 വീല് വരെയുള്ള ട്രിപ്പറുകൾക്ക് മാത്രമേ ഈ കോറിയിലേക്ക് ഒരു ഇതുള്ളൂ, പെർമിഷനുള്ളൂ. 400 അടി ആ റേഞ്ചിലേക്കേ ഉള്ളൂ. അതിൻ്റെ മേലേക്ക് 10 വീലിൻ്റെ മേലേക്കുള്ള വണ്ടികൾക്ക് ഈ കോറിയിൽ പ്രവേശനം ഇല്ലാത്തതാണ്. ഇന്ന് നമ്മുടെ സൈറ്റ് വരുന്നത് മാനന്തവാടി ടൗണിൽ തന്നെയാണ്. അതായത് ഇവിടുന്ന് എടപ്പടിയിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 2-3 കിലോമീറ്റർ അത്രേ ഉണ്ടാവാൻ വഴിയുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇന്നിപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറൊരു ഓട്ടം കൂടി ഉണ്ട്. നമുക്കത് മാനന്തവാടിയിൽ നിന്ന് തന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോകാനുണ്ട്. 2-4 സ്ഥലം പറയും. അവിടെ നമുക്ക് ഒരു ലോഡ് കല്ല് തന്നെ ഇറക്കാനുണ്ട്. അപ്പോൾ അവിടെയും മഴ പെയ്തിട്ടുണ്ട്. എന്താ വണ്ടി പോകാമെന്നൊന്നും അറിയത്തില്ല. അതൊക്കെ ചെന്ന് കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ആ വണ്ടീൻ്റെ ടയറിൻ്റെ മുമ്പിൽ കല്ലുള്ളത് പുള്ളി കണ്ടതുകൊണ്ട് മാറ്റിയെടുത്തു. ഇല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലായതുകൊണ്ട് നമ്മളെപ്പോഴും കാണൂല. ഒന്നെങ്കിൽ അതേ കയറി കഴിഞ്ഞാൽ ടയർ പൊട്ടും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും, പഞ്ചറാവും. ഇനി എന്തായാലും ഇവിടുന്ന് പോകണമെങ്കിൽ സ്കൂൾ ടൈം കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കോറികളൊക്കെ കഞ്ഞി നമുക്ക് രാവിലെ ഉച്ചയ്ക്കും ചോറ് കാര്യങ്ങളൊക്കെ കോറി കിട്ടും. അപ്പോൾ എന്തായാലും അത് കഴിച്ചിട്ട് 10 മണിക്ക് നമുക്ക് മെല്ലെ എടുത്ത് പോവാം. എന്നിട്ട് നമുക്ക് കാണാം സൈറ്റിൽ എന്താ വിശേഷങ്ങൾ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ കിടക്കുന്ന വണ്ടികൾ മൊത്തം ലോഡായിട്ട് സ്കൂൾ ടൈം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വണ്ടികളാണ്. ഇവിടെ നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ തന്നെയാണ് വണ്ടികളൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്കിനി ബില്ല് കാര്യങ്ങളൊക്കെ എടുത്ത് മൂടിയിട്ടൊക്കെ വേണം ഇവിടുന്ന് പോകാനായിട്ട്. ഇതിന് മേലെ വേറെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്, അവിടെയും കുറേ വണ്ടികളുണ്ട്. ഇതിപ്പോൾ ആ വണ്ടികളൊക്കെ ടോക്കൺ കിട്ടിയിട്ട് കല്ലെടുക്കാൻ പോകുന്നുണ്ട്, 2 വണ്ടികൾ. ഇന്ന് മഴ എന്ന് വെച്ചാൽ തോരാത്ത മഴയാണ്, ഭയങ്കര മഴയാണ് ഇന്ന്.
മാറിക്കാം.